ഡോക്ടേഴ്സ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഉറങ്ങായിരുന്നോ എല്ലാവരും? ഓക്കെ, നിങ്ങളുടെ ഹോസ്റ്റൽ വിശേഷങ്ങൾ അറിയാൻ വന്നതാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സോ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വന്നതാണ്. പിന്നെ എല്ലാവരും പഠിത്തമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് ആ ഒരു സീരിയസ്നെസ്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവില്ല അല്ലേ? കാരണം നമ്മൾ മോക്ക് ടെസ്റ്റുകളൊന്നും അങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടില്ലല്ലോ. എഴുതാൻ തുടങ്ങിയോ? ഇല്ല. പറഞ്ഞിട്ട് മാം ഞങ്ങൾ അത്ര വിഷമിച്ചിരിക്കുമ്പം മിസ് വന്ന് ഓരോന്ന് പറയും. ആൻഡ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് കോളേജിൽ കയറാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് ഫോർ പീപ്പിൾ. So definitely it's going to help you out. Will you all try this? Yes. ചെയ്യോ? NCERT reading is must. NCERT out NCERT ഒന്നും വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി പ്യുവർലി NCERT ബേസ്ഡ് ആയിരുന്നു. ലൈൻ ബൈ ലൈൻ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നമ്മൾ വിചാരിക്കരുത് ഈ വർഷം മോഡറേറ്റ് ആയതുകൊണ്ട് അടുത്ത വർഷം അങ്ങനെ അങ്ങ് പോവാം ഈസി ആയിരിക്കും എന്ന് വിചാരിക്കരുത്. സിലബസ് നല്ല വൃത്തിയായി പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഞാൻ +2 പഠിച്ചിട്ടില്ല ഒട്ടും. ഇൻ ദ സെൻസ് വലിയ ഇങ്ങനെ ഒന്നും അറിഞ്ഞൂടായിരുന്നു, പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഫിസിക്സ് ഒക്കെ എൻജോയ് ചെയ്തിട്ടാ പഠിക്കണേ. ലൈക്ക് ഇപ്പം മോഷൻ ഇൻഡസ്ട്രീറ്റിന് എടുക്കുമ്പോൾ ഭയങ്കര രസമാണ് പഠിക്കാൻ. ഓപ്പൺ ചെയ്യണോ അല്ല, ലൈക്ക് ചെയ്തു വരുമ്പം ഇവിടെ പഠിപ്പിക്കണ മെത്തേഡ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒക്കെ ഭയങ്കര രസമാണ്. നീറ്റ് കിട്ടുക എന്നുള്ളതിനെക്കാട്ടും പഠിക്കുക, അറിയുക, അതിന്റെ കൂട്ടത്തിൽ നീറ്റ് സുഖമായി കിട്ടും. എൻജോയ് ഇതാണ് പഠിക്കുന്നത്. അത് ശരിയാണ്, നമ്മുടെ മോട്ടോയുമാണ് അല്ലേ? നല്ല ക്ലാസ്സാണ്. എന്നുവെച്ചാൽ നല്ല ബേസിൽ തന്നെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്, നല്ല മനസ്സിലാവുന്നുണ്ട്. ക്ലാസ്സിൽ ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോ ക്ലാസ്സിൽ ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോ നല്ലോണം പറയുന്നുണ്ട്. നമ്മള് വീണ്ടും വീണ്ടും ചോദിച്ചാലും നല്ലോണം പറഞ്ഞിട്ടുണ്ട് സാറുമാരൊക്കെ. ഡൗട്ട് ക്ലിയറൻസിന് പോയാലും അതെ, നല്ല വൃത്തിക്ക് പറഞ്ഞു. ഹോസ്റ്റല് ശരിക്കും ഒരു ഹോംലി ഫീൽ തന്നെയാണ്. നമ്മുടെ വാർഡന്മാർ രണ്ടുപേരുമാണെങ്കിലും ആന്റിമാർ എപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എങ്ങനെയുണ്ട്, എല്ലാം കൊണ്ടും ഒരു അമ്മില്ലാത്തിന്റെ എല്ലാം അവര് ഹൈബ്രിഡ് ആക്ച്വലി നല്ലൊരു ഇതാണ്. ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ ക്ലാസ്സും ഒക്കെ ഉഷാറുണ്ട് അല്ലേ? വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഇടുന്നു എനക്ക് അങ്ങനെയാണ്. ബേസ് ഇല്ലാണ്ട് വന്നതാ, ബട്ട് എനിക്കിപ്പോ നല്ല ബേസായി, അത്യാവശ്യം നല്ലോണമായി. ഫോണ് വേറൊന്നും അതർ ആക്ടിവിറ്റീസ് ഇല്ലല്ലോ, അപ്പം കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ ഹോളാണെങ്കിൽ നല്ല സൈലന്റ് ആണ്, അതുകൊണ്ട് അതിന് കണക്കായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ റിപ്പീറ്ററാണ്. ഞാൻ ശരിക്കും 11th മാത്സ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇൻ്റഗ്രേഷൻ ഒന്നും അറിയാതെയാണ് ഫിസിക്സ് പഠിച്ചത്. പിന്നെ ഇവിടെ വന്ന് ഫണ്ടമെന്റൽസ് ഒക്കെ കണ്ടിട്ടാണ് എല്ലാം മനസ്സിലായത്. നല്ലതായിരുന്നു, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ബേസിക്സ് മുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അത് ഓരോ പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഓൺലൈൻ ക്ലാസ് കാണും, പിന്നെ അതിലും ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ, അതിൽ കാണും. പിന്നെ ക്ലാസ്സിൽ പറഞ്ഞുതരും, ഡൗട്ട് ചോദിക്കും. അങ്ങനെ എല്ലാം മാഡം പറഞ്ഞ പോലെ ചോദ്യം എത്രയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അത്രയും പ്രാക്ടീസ് ചെയ്യാൻ ചെയ്തത് നല്ലതാണ്. ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടാകുമ്പം നമുക്ക് ചോദിക്കണം ഉണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, അപ്പം മിണ്ടാണ്ടിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, മിനിയാന്നിട്ട് ആദ്യമായിട്ട് ഡൗട്ട് വെച്ച് എൻ്റെ അമ്മ പേടിച്ച് വിറച്ചിട്ട് ചോദിച്ചത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നല്ലൊരു ഡൗട്ടായി പറഞ്ഞു. അപ്പം ഇക്കനാ ഓക്കെ ഇനി ചോദിക്കാം, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ ഇതുവരെ ഞാൻ അപ്പോൾ ഇത് ചോദിച്ചാൽ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, ഞാൻ ചോദിച്ചാൽ പൊട്ടത്തരാവോ, അല്ലെങ്കിൽ എനിക്ക് അത്രയും വിവരമില്ലാണ്ടാണോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഏത് ഡൗട്ടാണെങ്കിലും ചോദിക്കണം കേട്ടോ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചോദിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യം നടക്കണ്ടേ. ഏത് ഡൗട്ടാണെങ്കിലും ചോദിക്കണം കേട്ടോ. പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം എനിക്ക് എന്റെ റിവിഷൻ ചെയ്തിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യുന്ന രീതിയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി നല്ലോണം എഫക്റ്റീവായി തോന്നി. രാവിലെ ഡെയിലി ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റിന് എന്തൊക്കെ മിസ്റ്റേക്സ് ഇടുന്ന നമുക്കറിയാമല്ലോ. അപ്പോൾ അതും കൂടെ അനലൈസ് ചെയ്തും പോകാൻ നമുക്ക് പിന്നത്തെ ക്ലാസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ വൈകിട്ടത്തെ ഡൗട്ട് ക്ലിയറൻസ് ആയാലും ആ ഒരു സമയം നമുക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാം. അന്നത്തെ ഒരു ദിവസം പഠിക്കാനും ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ നോക്കാനാണെങ്കിൽ ജസ്റ്റ് നോക്കാനാണെങ്കിൽ തന്നെ
വളരെ ഹെൽപ്ഫുൾ ആണ്. NCERT ടെസ്റ്റിലുള്ളത് തന്നെ DPPയിൽ തരുന്നുണ്ട്. അത് ഒരു പോയിന്റ് ആയിട്ട് സാർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ NCERTയിലുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒന്നും അറിയാതെ വന്നൊരു കുട്ടിയാണ്. ഇവിടെ വന്നതിലാണ് ഞാൻ അതെല്ലാം പഠിച്ചത്. ഇവിടുത്തെ സാറന്മാരൊക്കെ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതെല്ലാം പഠിച്ചത്. എന്താണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഓൺലൈനിൽ പഠിച്ചു പോകുന്ന കാര്യം പിന്നെ ക്ലാസ്സിൽ പോയി കേൾക്കുമ്പോൾ ഒന്നും കൂടി റിവിഷനായിട്ട് നല്ല മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ +2 എന്ന് പറയുന്നത് പിറ്റേന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു സാധനം അറിയില്ല. പക്ഷെ ഇപ്പോൾ എവിടെ അങ്ങനെ പറഞ്ഞാലും വൻ കോൺഫിഡൻസിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ +1 തൊട്ട് ഞാൻ സൈലത്തിന്റെ സ്റ്റുഡന്റ് ആണ്. അഗ്നിയിലുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്യാനാണെങ്കിലും ഞാൻ ഓൺലൈനായിട്ടാണ്. അപ്പം ആ സമയത്ത് ഭയങ്കര ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഈസി ആയിരുന്നു കഴിഞ്ഞ വർഷം പേപ്പറും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ പാരൻസിനോട് മടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പാരൻസ് വിട്ടതിൽ റിപ്പീറ്റിന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് ഈ സിസ്റ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം തന്നെ. എനിക്ക് കുറേ പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഞാൻ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. DPP ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ്. എല്ലാം നമുക്കെന്താ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. സോ നമ്മൾ ഒരിക്കലും ഇവിടെ ടോപ്പ് റാങ്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പഠിപ്പിക്കുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. ഒരിക്കലും മക്കളെല്ലാം റാങ്ക് 1 വേണമെന്ന് വിചാരിച്ച് പഠിക്കരുത്. നിങ്ങൾക്കൊരു ഗോളുണ്ട്, നിങ്ങളുടെ ഡ്രീം കോളേജിൽ കയറാൻ നിങ്ങൾക്ക് ഇത്ര മാർക്ക് വേണം, അതിന് വേണ്ടി പഠിക്കാം. അപ്പോൾ ബാക്കി റാങ്കൊക്കെ വഴിയേ വന്നോളും.